പ്രവാചകന്മാർ ഫലിഅന്നഹും അഹ്യാ, അവർ ജീവിച്ചിരിക്കുന്നവരാണ്. ഫീ ഖുബൂരിഹിം യുസല്ലൂന വയഹജ്ജൂന കമാ വറദത് ബിഹിൽ അഖ്ബാർ. ഹദീസുകൾ അങ്ങനെ പഠിപ്പിച്ചത്. അവരൊക്കെ ഖബറിൽ വെച്ചിട്ട് സുജൂദ് ചെയ്യുന്നത്, നിസ്കരിക്കുന്നുണ്ട്. ആരെ? പ്രവാചകന്മാരൊക്കെ. ആര് പറഞ്ഞു? ഇമാം റംലി മറുപടി പറഞ്ഞു. അങ്ങനെയാണല്ലോ, അങ്ങനെയല്ലേ? ഇസ്രാ മിഅ്റാജിന്റെ ഹദീസ് പരിശോധിച്ച് നോക്കി, വലിയ അത്ഭുത, എല്ലാം അത്ഭുത. ദുനിയാവ് മാത്രമൊന്നല്ല, ഈ തവസ്സുലും ഇസ്തിഗാസയും അല്ലാഹു തആല മനുഷ്യരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് ദുനിയാവിൽ മാത്രമല്ല, ആഖിറത്ത് പോയ ഒന്നാമത്തെ പണി എന്താ? മഹ്ശറിൽ ഒന്നാമത്തെ പണി എന്താ? നിങ്ങൾ നോക്കി. മഹ്ശറിൽ പോയിട്ട് പ്രയാസപ്പെട്ട് മനുഷ്യൻ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുന്ന, ഏറ്റവും പ്രയാസമുള്ള സ്ഥലം എവിടാ? മഹ്ശർ. അവിടുന്ന് സൂര്യൻ ഉദിച്ചിട്ട് സുബ്ഹാനല്ലാഹ് കാലിന്റെ മുട്ട് വരെ, അര വരെ, കഴുത്ത് വരെ, മൂക്ക് വരെ വിയർപ്പിൽ മുങ്ങുന്ന സമയത്ത് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് എല്ലാവർക്കും അറിയാം, ലിമനിൽ മുൽക്കുൽ യൗം, ഇന്നത്തെ സർവാധികാരം ആർക്കാണെന്ന് അല്ലാഹു ചോദിക്കുകയും ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ, ഒറ്റയാനായ ഒരുവനായ പടച്ച തമ്പുരാന് മാത്രമാണ് ഇന്നത്തെ സർവാധികാരമെന്ന് അല്ലാഹു തആല പ്രഖ്യാപിക്കുന്ന സമയമാണത്. ഖുർആനിൽ അങ്ങനല്ലേ? ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ, ഏകനായ അല്ലാഹുവിന് മാത്രമാണ് ഇന്നത്തെ പരമാധികാരം. ആർക്കറിയാത്തത്? എല്ലാ നിസ്കാരത്തിലും നമ്മൾ സുസ്മിയോദിയിട്ട് ഫാത്തിഹ ഓതുമ്പോൾ മാലിക് യൗമിദ്ദീൻ, മാലിക് യൗമിദ്ദീൻ, പ്രതിഫലം നൽകുന്ന നാളിന്റെ ഉടമസ്ഥനാണവൻ. ഖിയാമത്ത് നാളിന്റെ സർവാധികാരം അല്ലാഹുവിനല്ലേ? അവിടുന്ന് ജനങ്ങൾ അതാ പ്രയാസപ്പെടുമ്പോൾ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങൾ പറയാണ്, ഫയഅ്തൂന ആദമ, എല്ലാവരും കൂടി ആദം നബി അലൈഹിസ്സലാമിന്റെ അടുക്കലേക്കാ പോകുന്നത്. നിങ്ങൾ കേട്ടിട്ടില്ല? കേട്ടിട്ടില്ലേ നിങ്ങൾ? ഇതിൽ വലിയ അത്ഭുതമുണ്ട്. ഈ ഹദീസിൽ ഒരു മഹാ അത്ഭുതമുണ്ട്, കേട്ടോളി. എല്ലാവരും ആദം നബി അലൈഹിസ്സലാമിന്റെ അടുക്കലേക്ക് ആദ്യം പോകുക. എന്നിട്ട് ആദം നബി എന്താ പറയാ? മക്കളെ, ഇതെല്ലാരും പ്രയാസപ്പെടുന്ന സ്ഥലമാണ്, ഞാൻ വരെ ബേജാറിലാണ്, ഞാൻ വരെ അള്ളാഹുവിന്റെ ഗളബിൽ ബേജാറിലാണ്, അള്ളാഹു ദേഷ്യത്തിലാണ്, അതുകൊണ്ട് നിങ്ങൾ തന്നെ അള്ളാഹുവിനോട് പോയി ചോദിച്ചോളി. അങ്ങനല്ല ആദം നബി പറയുന്നത്, നിങ്ങൾ നൂഹ് നബിന്റെ അടുത്ത് പോയി നോക്കി എന്നാ പറയുന്നത്. എന്തൊരു അത്ഭുതമായി! നൂഹ് നബിന്റെ അടുത്ത് പോയി നോക്കി. മഹ്ശറേനെ അപ്പൊ തന്നെ പറയുന്നത് മഹ്ശറേനല്ലേ? മഹ്ശറേൻ ശിർക്ക് ചെയ്യാവൂ? ദുനിയാവിന് മാത്രം ചെയ്യാൻ പറ്റില്ല, മഹ്ശറേൻ എന്തും ചെയ്യാന്ന എന്തെങ്കിലും പറഞ്ഞു. നിങ്ങൾക്ക് ഉള്ള തല കൊണ്ടൊന്ന് ആലോചിച്ച് നോക്കി. മഹ്ശറേൻ ഒരു കൂട്ടർ പറയും, ഞങ്ങൾ നൂഹ് നബിന്റെ അടുത്തൊക്കൊന്നുമില്ല, ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ, ഇവിടെ പടച്ച തമ്പുരാനെ അധികാരമുള്ളൂ, ഞങ്ങൾ നേരെ അല്ലാഹുവിന്റെ അടുത്തേക്ക് പോവുക. പോയിക്കോളി, ഞങ്ങൾ ഇൻഷാ അല്ലാഹ് നൂഹ് നബിന്റെ അടുത്ത് പോകും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നമ്മൾ അങ്ങനെ പോകും, നൂഹ് നബിയുടെ അടുത്ത് പോകും. നൂഹ് നബി പറയും, മക്കളെ നിങ്ങൾ അല്ലാഹുവിന്റെ അടുത്ത് തന്നെയെന്നോ? അല്ല, എനിക്കിപ്പം വലിയ പ്രയാസ. ഇബ്രാഹിം നബിയുടെ അടുത്ത് പോയി നോക്കി. ഖലീലുള്ളാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറയും, എന്നിട്ടും ഇബ്രാഹിം നബി പോലും പറയുന്നില്ല അല്ലാഹുവിന്റെ അടുത്ത് പോയി നോക്കി. മൂസ നബിന്റെ അടുത്ത് പോയി നോക്കി എന്നാ പറയുന്നത്. മൂസ നബി എന്താ പറയുന്നത്? നിങ്ങൾ ഈസ നബിന്റെ അടുത്ത് പോയി നോക്കി. സുബ്ഹാനല്ലാഹ്, ബുഖാരിയും മുസ്ലിമും ഒക്കെ റിപ്പോർട്ട് ചെയ്ത സഹീഹായ ഹദീസ്. ഇതെന്തോ വിളിച്ചു പറയല്ല, നമ്മളൊക്കെ ജീവിതത്തിന്റെ തുടക്കം മുതൽ കേട്ട ഹദീസ്. എന്താ പറയാ? ഈസാ നബി എന്താ പറയാ? മക്കളെ, വിഷമം തന്നെയാണ്, ഏതായാലും മുഹമ്മദ് നബിയുടെ അടുത്ത് പോയി. അല്ലാഹ് നമ്മളെ പ്രവാചകന്റെ അടുക്കലേക്ക് ആദം നബി പറഞ്ഞേക്കുക, നൂഹ് നബിന്റെ അടുത്ത്, അവിടുന്ന് ഇബ്രാഹിം നബിന്റെ അടുത്ത്, മൂസ നബിന്റെ അടുത്ത്, ഈസ നബിന്റെ അടുത്ത് എന്ന് പറഞ്ഞ ഉലുൽ അസ്മികളായ വളരെ പ്രഗത്ഭരായ മഹാന്മാരായ പ്രവാചകന്മാരൊക്കെ അവിടുന്ന് മനുഷ്യന്മാരെ കൊണ്ട് ശിർക്ക് ചെയ്യിക്കുന്നു. എല്ലാത്തിനും ചെയ്യിക്കരുത്.
വല്ലാത്തൊരു സംഭവം. നിങ്ങളൊന്ന് ആലോചിച്ച്, സത്യമല്ലേ പറയുന്നത്? അത് ആഖിറത്തിലാണ്. ആഖിറത്തിലുള്ള അള്ളൊന്നല്ലേ? ഇബ്രാഹിം ഹബീബുന മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളുടെ അടുക്കലേക്ക് ചെല്ലുമ്പോൾ ഹബീബ് എന്താ പറയുന്നത്? എനിക്ക് കഴിയൂല, നിങ്ങൾ അല്ലാഹുവിനോട് പോയി ചോദിച്ചോളി എന്നല്ല. അനലഹ അനലഹ, അതിനർഹൻ ഞാൻ തന്നെയാണ്. നിങ്ങൾ വേറെ അടുത്ത് എത്തിയിട്ട് എത്തന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ആര് പറഞ്ഞു? മുഹമ്മദുർ റസൂലുള്ളാഹി. എന്നാ ഒന്ന് കേട്ടോളി, ഇങ്ങനെ ലേശം ബുദ്ധിയുള്ളവരാണെങ്കിൽ ഒന്ന് ചിന്തിച്ചോളി. ഇത് നബി തങ്ങൾ പറഞ്ഞല്ലേ? ഏത്? ആദം നബിന്റെ അടുത്ത് പോവും, ആദം നബിൻ കൊണ്ടാവില്ല എന്ന് പറയും. നൂഹ് നബിന്റെ അടുത്ത് പോകാൻ പറയും, നൂഹ് നബിൻ കൊണ്ടാവില്ല എന്ന് പറയും. ഇബ്രാഹിം നബിന്റെ അടുത്ത് പോകാൻ പറയും, ഇബ്രാഹിം നബിനെ കൊണ്ടാവൂല എന്ന് പറയും. മൂസ നബിന്റെ അടുത്ത് പോകാൻ പറയും, മൂസ നബിനെ കൊണ്ടാവൂല എന്ന് പറയും. ഈസ നബിന്റെ അടുത്ത് പോകാൻ പറയും, ഈസ നബിനെ കൊണ്ടാവൂല എന്ന് പറയും. മുഹമ്മദ് നബിന്റെ അടുത്ത് പോകാൻ പറയും. അല്ലേ? എന്നാ നമുക്ക് ആദ്യം തന്നെ മുഹമ്മദ് നബിന്റെ അടുത്ത് വെച്ചാൽ പോരെ? നമുക്ക് ഓർമ്മയില്ലതൊക്കെ നിങ്ങൾ ഇതൊക്കെ റസൂൽ പറഞ്ഞില്ലേ? മാഷാ, നമ്മളിങ്ങനെ ആദം നബിന്റെ അടുത്ത് പോകണത് ഒരാൾ വേഗം വിളിച്ചിട്ട് ആദം നബിന്റെ അടുത്ത് പോയിട്ട് കാര്യമില്ലാന്ന് മുഹമ്മദ് നബി ഞങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നേരെ നമ്മൾ മുഹമ്മദ് നബിന്റെ അടുത്ത് പോകുന്ന വെറുതെ സമയം കളയണ്ട, പോയിക്കൂടെ? പോവോ? ഒറ്റത്തിനും പോകും, ഒറ്റ ആളും പോവില്ല. ഈ ഉരുളസ്മികളായ പ്രവാചകന്മാരൊക്കെ അവിടുന്ന് തൗഹീദ് എന്താന്ന് പഠിപ്പിക്കുക. ഓരോരുത്തരും അള്ളാഹുവിന്റെ അടുക്കലേക്ക് പറഞ്ഞയക്കുന്നതിന് പകരം പ്രവാചകന്മാരുടെ അടുത്ത് പോയിട്ട് അവസാനം ചെയ്യാം ഷഫീഉനാ മുഹമ്മദുർ റസൂലുള്ളാഹി. അവിടെ പോയിട്ട് അപ്പോഴാണ് അനലഹ, ഞാൻ തന്നെയാണ് ഇതിന് അർഹനെന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്തിട്ട് ശഫാഅത്തിന് വേണ്ടി അധികാരം നേടിയെടുക്കുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി. നോക്കിങ്ങള് ആഖിറത്തിൽ നടക്കുന്നതാ, മരിച്ചവർക്കൊന്നും കഴിയില്ല. എന്നാ നിങ്ങൾ നോക്കി, എല്ലാ അത്ഭുതം, എല്ലാ അത്ഭുതം. എത്ര വക്താ നിങ്ങൾ നിസ്കരിക്കുന്ന ദിവസം? എത്ര വക്ത? എത്ര? 5. എത്ര വക്തായിരുന്നു അല്ലാഹു തആല നിർബന്ധാക്കിയത്? നിങ്ങളൊന്നും വാദം കേട്ടിട്ടില്ല. എത്ര വക്ത? 50. 45 കുറയാൻ എന്താ കാരണം? മൂസ നബി അലൈഹിസ്സലാം സഹായിച്ചത് കൊണ്ടല്ലേ? അത് ആകാശത്ത് നിന്നല്ലേ? സുബ്ഹാനല്ലാഹ്. എന്തിനാ? ഹുവല്ലദീ ഫിസ്സമാഇ ഇലാഹുൻ വഫിൽ അർളി ഇലാഹ്. ഖുർആനായതാ. വഹുവല്ലദീ ഫിസ്സമാഇ ഇലാഹ്, ആകാശത്തിലുള്ള ഇലാഹും അവൻ തന്നെയാണ്. വഫിൽ അർളി ഇലാഹ്, ആകാശത്തിലുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇബാദത്തിന് അർഹൻ. ആകാശത്തിൽ ഇബാദത്ത് എടുക്കപ്പെടുന്നതും ഭൂമിയിൽ ഇബാദത്ത് എടുക്കപ്പെടുന്നതും അല്ലാഹു ആണ്. ആകാശത്തിന്റെ 50 വക്ത് നിസ്കാരം നിർബന്ധാക്കിയിട്ട് തിരിച്ചു പോരാ ഹബീബാ റസൂലുള്ളാഹ്. നമ്മൾ സഹീഹുൽ ബുഖാരി മുസ്ലിം ഒക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസ് അത് വിശദമായിട്ട് പറയാ. മറിച്ചു നോക്കി സഹീഹുൽ ബുഖാരിയുടെ 50ാമത്തെ ഹദീസ്, ഇമാം സഹീഹ് മുസ്ലിമിന്റെ 1-ാം വാല്യം 93ാമത്തെ പേജ് മറിച്ചു നോക്കി. ഈ നിസ്കാരം കുറക്കാൻ ആരാ കാരണക്കാരൻ? സയ്യിദുനാ കലീമുല്ലാഹി മൂസ നബി അലൈഹിസ്സലാം. പറഞ്ഞേക്ക റസൂലുള്ളാഹിനെ അലൈഹിസ്സലാം 9 പ്രാവശ്യം പറഞ്ഞയച്ചു. വീണ്ടും പോകാൻ പറഞ്ഞിരുന്നു. അസ്തഹി, എനിക്ക് തോന്നുന്നു, ഞാൻ ഇനി പോകുന്നില്ല എന്ന് പറഞ്ഞു. ആരാ സഹായിച്ചത്? കലീമുല്ലാഹി മൂസ നബി അലൈഹിസ്സലാം. മൂസ നബി അലൈഹിസ്സലാം ആണെങ്കിലോ അല്ലാഹുവിന്റെ ഹബീബിന്റെ എത്ര ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് വഫാത്തായി പോയ പ്രവാചകൻ. ആ പ്രവാചകനെയാണ് ഇസ്രാഇന് പോയപ്പോഴേ റഅയ്തു മൂസ യുസല്ലി ഫിൽ ഖബരി, മൂസ നബി അലൈഹിസ്സലാമെ ഖബറിൽ വെച്ച് നിസ്കരിക്കുന്നത് ഞാൻ കണ്ടു. ഖബറിൽ വെച്ച് നിസ്കരിക്കുന്ന ആര്? കലീമുല്ലാഹി മൂസ നബി അലൈഹിസ്സലാം. ആ മൂസ നബി അലൈഹിസ്സലാം എന്നെ 6-ാം ആകാശത്ത് കാത്തിരിക്കുന്നു. വലിയ അത്ഭുതം. ഓരോ ആകാശത്തിലെത്തിയപ്പോഴും ആദം നബി അലൈഹിസ്സലാമിനെ കാണുന്നു. റഹബബി റഹബബി വദഅലി ബിഖൈർ, എനിക്ക് സ്വാഗതം പറഞ്ഞു, എനിക്ക് വേണ്ടി ഖൈറിന്റെ ദുആ ചെയ്തു. ആദം നബി അലൈഹിസ്സലാം ആയിരക്കണക്കിന് വർഷം മുമ്പ് മരിച്ചുപോയ ആദം നബി അലൈഹിസ്സലാം റസൂലുള്ളാഹിക്ക് വേണ്ടി ദുആ ചെയ്യുന്നു.
അതിനേക്കാളൊക്കെ വലിയ അത്ഭുതമുണ്ട്. മൂസ നബി അലൈഹിസ്സലാമും ആദം നബി അലൈഹിസ്സലാമും തമ്മിൽ ഒരു തർക്കം നടന്നു. സഹീഹുൽ ബുഖാരി. എന്താ ഇതൊക്കെ പറയുന്നത്? ഇതേതായി ലോകം? ഇതെന്തൊരു വിശ്വാസം? മരിച്ചുപോയവർക്കൊന്നും ഒന്നും കയ്യിൽ എല്ലാം അവസാനിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കി സഹീഹുൽ ബുഖാരി ഹദീസ്, ഇഹ്തജ്ജ ആദമു വ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം. മൂസ നബിയും ആദം നബിയും തമ്മിൽ ഒരു തർക്കം. ആദം നബി മൂസ നബി അലൈഹി സ്വലാമിന്റെ എത്ര ആയിരം കൊല്ലം മരിച്ചിട്ടുണ്ട്, വഫാത്തായി പോയിട്ടുണ്ട്. പിന്നെ ഓനെങ്ങനെ തർക്കം കൂടുക? ഇത് കളവാന്ന് പറയാൻ പറ്റുമോ? പരിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ ലോകത്ത് അംഗീകരിക്കേണ്ട ഒന്നാമത്തെ സഹീഹുൽ ബുഖാരി എന്ന് പറഞ്ഞ കിതാബിൽ റിപ്പോർട്ട് ചെയ്യ ഹദീസ് നബി തങ്ങൾ പഠിപ്പിക്കുക. ആദം നബിയും മൂസ നബിയും തമ്മിൽ തർക്കം. വഖാല ലഹു മൂസ, മൂസ നബി അലൈഹിസ്സലാം ആദം നബിയോട് പറഞ്ഞു, അൻത ആദമു, അല്ലേ ആദമേ, നീയാണല്ലോ ആദമേ, അല്ലദീ അഖ്റജതക ഖതീഅതുക മിനൽ ജന്ന, നിന്റെ ഒരു തെറ്റല്ല ആദമേ നിന്നെ സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താക്കിയത്. ആര് ചോദിച്ചാ? മൂസ നബി അലൈഹിസ്സലാം. അബൂന അബുൽ ബശർ ആദം അലൈഹിസ്സലാം. സുബ്ഹാനല്ലാഹ്. ഖാല ലഹു ആദം, ആദമിനെ കുറ്റപ്പെടുത്തിയ പോലെ തന്നെ വന്നു. എന്താ ആദമേ, നീ ആദമല്ലേ, അല്ലാഹു തആല കൈകൊണ്ട് സൃഷ്ടിച്ച ആളല്ലേ, എന്നിട്ട് നിന്റെ ഒരു ദോഷല്ലേ സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താവേണ്ടി വന്നത് എന്ന് ചോദിച്ചു. ആദം നബി തിരിച്ചു ചോദിച്ചു, അൻത മൂസ, നീ മൂസല്ലേ? അല്ലദീ ഇസ്തഫാക ബിരിസാലതിഹി വബികലാമിഹി, കലീമുല്ലാഹ് എന്നൊക്കെ പേരുള്ള ആളല്ലേ നിങ്ങൾ? അല്ലേ? അള്ളാഹുവിനോട് കല്ലമല്ലാഹു മൂസ, അല്ലാഹു തആല മൂസ നബിയോട് സംസാരിച്ചു. അത്രയും വലിയ മഹത്തായ സ്ഥാനത്തേക്ക് എത്തിച്ച വലിയ പ്രവാചകനല്ലേ മൂസേ നീ? സുമ്മ തലൂമൂനി അലാ അംരിൻ ഖദ് ഖുദ്ദിറ അലയ്യ ഖബ്ല അൻ ഖുലഖ, എന്നെ സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പ് എനിക്ക് അല്ലാഹു തആല കണക്കാക്കിയ ഒരു കാര്യത്തിന്റെ മേൽ നീ എന്നെ ആക്ഷേപിക്കുകയാണോ? അല്ലാഹുവിന്റെ ഖദറിൽ എനിക്ക് വിശ്വാസമല്ലേ മൂസേ? ആദം നബി അലൈഹിസ്സലാം തിരിച്ചു ചോദിച്ചു. ഇതെന്തിനാ പറഞ്ഞത്? ഹബീബാ റസൂലുള്ളാഹി പറയാ, ഫഹജ്ജ ആദമു മൂസ, ആദം നബി അലൈഹിസ്സലാം മൂസ നബിയെ ഈ വാദപ്രതിവാദത്തിൽ പരാജയപ്പെടുത്തി. എവിടെ ഉള്ളത്? സഹീഹുൽ ബുഖാരി ഒന്നാം വാല്യം 484 പേജ്. എന്തിനാ ഇത് പറയുന്നത്? ആദം നബി മൂസ നബി അലൈഹിസ്സലാമിന്റെ എത്ര കാലം മുമ്പ് വഫാത്തായി പോയിട്ടുണ്ട്. പിന്നെ ഇവർ എവിടുന്ന കണ്ടുമുട്ടുന്നത്? എവിടുന്നാ ചർച്ച വന്നത്? എവിടുന്നാ ഇവർ വാദപ്രതിവാദം നടത്തിയത്? ഈ മഹാന്മാരൊന്നും മരണപ്പെട്ടു പോയിട്ടില്ല. അതാണല്ലോ ഹബീബ് പഠിപ്പിച്ചത്. മൂസ നബി അലൈഹിസ്സലാം ഖബറിൽ വെച്ച് നിസ്കരിക്കുന്നത് ഞാൻ കണ്ടു. സഹീഹുൽ ബുഖാരി, സഹീഹ് മുസ്ലിം എന്തൊരു അത്ഭുതം ഇതൊക്കെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബി തങ്ങൾ പറയാണ്, മറർതു അലാ മൂസ അലൈഹിസ്സലാം ലൈലത ഉസ്രിയ ബി ഇൻദൽ കസീബിൽ അഹ്മരി വഹുവ ഖായിമുൻ യുസല്ലി ഫിൽ ഖബ്രി. നബി ഖബറിൽ വെച്ച് നിസ്കരിച്ചു കൊണ്ടിരിക്കുന്നു. സഹീഹ് മുസ്ലിം ഒന്നാം വാല്യം 97 പേജ് നോക്കി. ഇവരൊന്നും മരിച്ചു പോയിട്ടില്ല. അതല്ലേ പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്? ലാ തഖൂലു. ആയത്ത് ശരിക്ക് കേട്ടോളി. ഞാൻ ഓതുന്ന ആയത്ത് സൂറത്തുൽ ബഖറയിലെ 154 ആയത്താണ്. എന്തിനാ ഇത് പറയുന്നത് വെച്ചാൽ, വേറൊരു ആയത്തുണ്ട് ഇതുപോലെ. ഞാനൊന്ന് കട്ട് എന്ന് ചിലരൊക്കെ പറയും ചെയ്യുന്നത്. അതുകൊണ്ടാണ് പ്രത്യേകം പറയുന്നത്. സൂറത്തുൽ ബഖറയിലെ 154 ആയത്ത്, വലാ തഖൂലു ലിമൻ യുഖ്തലു ഫീ സബീലില്ലാഹി അംവാതൻ ബൽ അഹ്യാഉൻ വലാകിൻ ലാ തശ്കുറൂൻ. അങ്ങനെ ആയത്തൊന്നും ഞാൻ കട്ടിയില്ല. വേറെ ആയത്തിലുണ്ട്, വലാ തഹ്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹി അംവാതൻ ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ.
അല്ലാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്തു പോയ ഷഹീദായ ആളുകളെ കുറിച്ച് വലാ തഹ്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹി അംവാത, അവരൊന്നും മരിച്ചുപോയി എന്ന് വിചാരിക്കേണ്ട. ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യർസഖൂന, അവർ ജീവിച്ചിരിക്കുന്നവരാണ്. അല്ലാഹുവിന്റെ അടുക്കൽ അവർക്ക് ഭക്ഷണം വരെ നൽകപ്പെടുന്നു. പരിശുദ്ധ ഖുർആൻ. അത് മറ്റൊരായത്ത് സൂറത്തുൽ ബഖറയിലെ 154-ാമത്തെ ആയത്തിന്റെ വലാ തഖൂലൂ, നിങ്ങളാരും പറയരുത്, ലിമൻ യഖ്തലു ഫീ സബീലില്ലാഹി, അല്ലാഹുവിന്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ടു പോയ മഹാന്മാരെ കുറിച്ച് അംവാത, അവരൊന്നും മരിച്ചുപോയി എന്ന് പോലും പറയരുത്. ബൽ അഹ്യായ്, അവരൊക്കെ ജീവിച്ചിരിക്കുന്നവരാണ്. വലാകിൻ ലാ തസ്ഉറൂന, പക്ഷേ നിങ്ങൾക്കറിയില്ല. വലാകിൻ, പക്ഷേ ലാ തസ്ഉറൂന, നിങ്ങൾക്കതറിയില്ല. അവിടെ ഞാൻ ഇന്ദ റബ്ബിഹിം കട്ട് എന്നാണ് പറഞ്ഞാലാണ് അത് അവർ 154-ാമത്തെ ആയത്തിൽ ഇന്ദ റബ്ബിഹിം ഇല്ല. ബൽ അഹ്യാഉൻ, അവർ ജീവിച്ചിരിക്കുന്നവരാണ്. വലാകിൻ ലാ തസ്ഉറൂൻ, നിങ്ങൾക്കറിയില്ല. ഈ ആയത്തിന്റെ മഹാന്മാർ ഇന്നല്ലാഹ യുഅതി ലിഅർവാഹിഹിം ഖുവ്വത്തൽ അബ്സാദി ഫയദ്ഹബൂന മിനൽ അർളി വസ്സമാഇ വൽ ജന്നതി ഹൈഥു യശാഊന വയൻസുറൂന ഔലിയാഅഹും. തഫ്സീറുകൾ നോക്കിയാൽ കാണാം. എന്തേ തഫ്സീറിൽ പറഞ്ഞത്? ഈ ആയത്തിലൊക്കെ പറഞ്ഞത് മഹാന്മാര് മരണപ്പെട്ടു പോകുന്നില്ല. അല്ലാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്തവർ ഇന്നല്ലാഹ യുഅതി ലിഅർവാഹിഹിം ഖുവ്വത്തൽ അജ്സാദി, ഇവരുടെ ആത്മാവുകൾക്ക് ജസദുകളുടെ ശക്തി അല്ലാഹു തആല കൊടുക്കുകയും ഫയദ്ഹബൂന മിനൽ അർളി വസ്സമാഇ വൽ ജന്ന, അവർ സ്വർഗ്ഗത്തിലൂടെ ആകാശത്തിലൂടെ ഭൂമിയിലൂടെ അവർക്ക് സഞ്ചരിക്കാനുള്ള കഴിവുണ്ട്. മാത്രമല്ല വയൻസുറൂന ഔലിയാഅഹും, അവരെയൊക്കെ സ്നേഹിക്കുന്നവരെ സഹായിക്കാനും അവരെ കൊണ്ട് സാധിക്കും. എന്താ ഈ പറയുന്നത്? ഇതൊന്നും ഇന്നലെ എഴുതി പിടിപ്പിച്ചൊന്നല്ല. ഇതൊക്കെ മഹാന്മാർ ഈ ആയത്തുകളെ വ്യാഖ്യാനിച്ചുകൊണ്ട് തഫ്സീറുകളിൽ എഴുതി വെച്ചത്. നമ്മൾ ഓർക്കണം, നമ്മളിത് എന്തെങ്കിലും ചെയ്യല്ല. എത്ര മഹാന്മാർ, അവർക്കുള്ള കഴിവ് അല്ലാഹു തആല കൊടുക്കുന്നതിന് നമുക്കറിയാമല്ലോ. പരിശുദ്ധ ഖുർആനിൽ എന്തെല്ലാം കഴിവുകളാണ്. നിങ്ങൾ അൽ-കഹ്ഫ് സൂറത്ത് ഓതി നോക്കി, അത്ഭുതപ്പെട്ടു പോകും. മൂസ നബി അലൈഹിസ്സലാം ഖദർ അലൈഹിസ്സലാമിന്റെ കൂടെ യാത്ര ചെയ്ത ആ സംഭവം ഓതി നോക്കി, നിങ്ങളൊന്ന് പഠിച്ചു നോക്കിയത്. ഇതൊക്കെ അല്ലേ സുന്നത്ത് ജമാഅത്ത്? അള്ളാഹു ഒരു മനുഷ്യന് കൊടുക്കുന്ന കഴിവിന്റെ പരിധി എത്ര! എന്തൊരു അത്ഭുതമാ ഈ സൂറത്ത് അൽ-കഹ്ഫ്. നമ്മളൊന്ന് പഠിച്ചു നോക്കി. എന്തെല്ലാം പറയുന്നത്? 3 അനുഭവങ്ങളാണ് ഖദർ അലൈഹിസ്സലാമിന്റെ കൂടെ മൂസ നബി അലൈഹിസ്സലാമിനുണ്ടായത്. 3 അനുഭവം. ഈ 3 അനുഭവങ്ങൾ ഒന്ന് മനസ്സിന്റെ ഉള്ളിൽ നിന്ന് പഠിച്ചു നോക്കി. എന്തൊരു കഴിവാണ്! ഖിദർ നബി അല്ലാഹ് എന്ന് പറഞ്ഞു പോകാൻ പറ്റുമോ? അല്ലാഹ് കൊടുക്കുന്ന കഴിവല്ലേ. എന്തേ ചെയ്തത്? 3 സംഭവം. അതിൽ ഒന്നേതാ? ഒന്ന് ഹത്താ ഇദാ തയാ അഹ്ല ഖറിയത്തിൻ ഇസ്തത്അമാ അഹ്ലഹാ ഫഅബവ യضيفوهما فوجدا فيها جدارا يريد أن ينقض فأقامه قال لو شئت لاتخذت عليه أجرا حتى إذا أتيا أهل قرية ഖദർ അലൈഹിസ്സലാമും മൂസ നബി അലൈഹിസ്സലാമും കൂടി ഒരു നാട്ടിലെത്തി. അന്താക്കിയ എന്ന നാട്ടിലെത്തി. അവർക്ക് വിശപ്പുണ്ട്, ദാഹമുണ്ട്. ആ നാട്ടുകാരോട് അവർ ഭക്ഷണം ആവശ്യപ്പെട്ടു. നാട്ടുകാര് ഭക്ഷണം പോലും കൊടുത്തില്ല. 2 സ്വലാത്തില്ല. فوجد فيها جدارا يريد أن ينقض. പൊളിഞ്ഞു വീഴാനായ ഒരു മതിൽ അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു.
ഖദർ അലൈഹിസ്സലാം തന്റെ കൈ കൊണ്ട് അതങ്ങ് നേരെയാക്കി. ഉണ്ടോ? അതൊരത്ഭുതം. ഒരു പൊളിഞ്ഞു വീഴാനായ മതിൽ ഖദർ അലൈഹിസ്സലാം കൈ ഇങ്ങനെ വെച്ചപ്പോ നേരെ. അപ്പൊ മൂസ നബി ചോദിച്ചു, ഈ ഭക്ഷണം പോലും തരാത്ത ഈ വിഭാഗത്തിനോട് എന്തെങ്കിലും കൂലി വാങ്ങിക്കൂടാഞ്ഞോ ചോദിച്ചു. അതാ പറഞ്ഞിരുന്നുണ്ട്. പിന്നെയും പോയി, വീണ്ടും പോയി. കപ്പലിൽ കയറിയപ്പോൾ ഖദർ അലൈഹിസ്സലാം പോയിട്ട് കപ്പലിന് ദ്വാരമുണ്ടാക്കാൻ തുടങ്ങി. മൂസ നബി ചോദിച്ചു, ഇതിലുള്ള ആളുകളെ മുഴുവനും മുക്കി നശിപ്പിക്കാൻ വേണ്ടി കപ്പൽ ദ്വാരമാക്കുകയാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞുതരാന്ന്, അതും പറഞ്ഞുതരാ. കപ്പൽ ദ്വാരമാക്കി, പക്ഷെ വെള്ളം കയറിയില്ല. അത് വേറൊരു കറാണ്. ഇതൊക്കെ ചെറിയ അത്ഭുതങ്ങൾ, വലിയ വരുന്നുണ്ട്. പിന്നെ പോയിട്ടോ അവരെങ്ങനെ നടന്നു. കുട്ടികൾ കളിച്ചു കൊണ്ടിരിക്കുന്നത് കണ്ടു. ഒരു കുട്ടിയെ പിടിച്ചു, കുട്ടിയെ കൊന്നുകളഞ്ഞു. ആയത്തും ഇങ്ങോട്ട് വരുന്നില്ല. അറിയാവുന്ന ആരാരുണ്ടോ? തുടക്കത്തിൽ فلقيا غلاما فقتله قال أقتلت نفسا زكية بغير نفس عندنا مغلرة. നല്ലൊരു കുടാവിനെ പിടിച്ച് കൊന്നുകളഞ്ഞ ഒരാളെ പിടിച്ചു. പറഞ്ഞുതരാം. പറഞ്ഞു അവിടെ ഭയങ്കര രസമുണ്ട്. ഖുർആൻ പറയാ, ലാ തുആഖിദ്നി ബിമാ നസീതു. ആരെ? മൂസ നബി അലൈഹിസ്സലാം ഖദർ അലൈഹിസ്സലാമിനോട് ആവശ്യപ്പെടുന്ന ഒരു വാക്കായത്. എന്ത്? ലാ തുആഖിദ്നി ബിമാ നസീതു. എനിക്ക് മറവി സംഭവിച്ചതിന്റെ പേരിൽ എന്നെ പിടിച്ച് ശിക്ഷിക്കല്ലേ ഖദറേ. നമ്മൾ ആയത്തുൽ കുർസി ഓതി ആമീൻ റസൂൽ ഓതുന്നേരം നമ്മൾ എഴുതുന്നു, റബ്ബനാ ലാ തുആഖിദ്നാ ഇൻ നസീനാ. ലാ തുആഖിദ്നാ, അല്ലാഹുവേ ഞങ്ങളെ നീ പിടിച്ച് ശിക്ഷിക്കരുത്. ഇൻ നസീനാ, വല്ല മറവിയും സംഭവിച്ചു ചെയ്തു പോയാൽ പിടിച്ച് ശിക്ഷിക്കരുത് റബ്ബേ. അല്ലാഹുവിനോട് ചോദിക്കുന്ന അതേ വാക്കുപയോഗിച്ചുകൊണ്ട് മൂസ നബി അലൈഹിസ്സലാം ഖദർ അലൈഹിസ്സലാമിനോട് ആവശ്യപ്പെടുകയാണ്, ലാ തുആഖിദ്നി ബിമാ നസീതു. അതേ ചോദ്യം. അതുആഖിദ്നാ എന്നുള്ളത് ബഹുവചനം, ലാ തുആഖിദ്നി എന്നുള്ള ഏകവചനം. അത്രേ വ്യത്യാസമുള്ളൂ. രണ്ടും ഒരേ വാക്ക്. അതുആഖിദ്നി ബിമാ നസീതു. ശിർക്കയില്ല, തൗഹീദ്. അതെന്താ? ഖദർ അലൈഹിസ്സലാമിന്റെ മേൽ ദിവ്യത്വൊന്നും മൂസ നബി അലൈഹിസ്സലാം കൽപ്പിക്കുന്നത് ദൈവമാണെന്നോ ആരാധനക്ക് അർഹനാണെന്നോ ഒന്നുമില്ല. വാക്കൊന്നും. പിന്നെ വിശദീകരിച്ചു. അമ്മൽ ഗുലാമു ഫകാന അബവാഹു മുഅ്മിനൈനി ഫഖശീനാ അൻ യുർഹികഹുമാ തുഗ്യാനൻ വകുഫറാ ഫഅറദ്നാ أن يبدلهما ربهما خيرا منه زكاة وأقرب رحما. أما الغلام, ഞാനൊരു കുട്ടിയെ കൊലപ്പെടുത്തിയില്ലേ, അതിന്റെ രഹസ്യം എന്താണെന്ന് പറഞ്ഞു തരാം. അമ്മൽ ഗുലാമു ഫകാന അബവാഹു മുഅ്മിനൈനി. ഈ കുട്ടിയുടെ മാതാപിതാക്കൾ പൂർണ്ണ ഈമാനുള്ളവരാണ്. ഇതാർക്കോ പറയാൻ സാധിക്കും? നിങ്ങളൊന്ന് ഇപ്പം നോക്കി ഞാൻ മുഅ്മിനാണോ, എന്റെ പൂർണ്ണ ഈമാനുണ്ടോ അല്ലേന്ന് അറിയോ? എന്നുള്ളിൽ നിഫാഖ് ഉണ്ടോ അല്ലേ നിങ്ങൾക്കറിയോ? ഖദർ അലൈഹിസ്സലാം ഈ കുട്ടിന്റെ മാതാപിതാക്കളെ കാണുന്നൊന്നുമില്ല. ഈ കാണാത്ത മാതാപിതാക്കളുടെ മനസ്സിന്റെ ഉള്ളിലുള്ള ഈമാനിനെ പറ്റിയാ പറയുന്നത്. അബവാഹു മുഅ്മിനൈൻ. ഉണ്ടോ? അതെന്നെ വലിയ അത്ഭുതം. പോട്ടെ. ഫഖശീനാ, ഖദർ അലൈഹിസ്സലാം പറയാണ്, നമുക്ക് ഭയമുണ്ടായി. അയ്യുർഹികഹുമാ തുഗ്യാനൻ വകുഫറാ. ഈ കുട്ടി എങ്ങാനും വെറുതായാൽ
മാതാപിതാക്കളെ കുഫറിൽ കൊണ്ടുപോയി നശിപ്പിക്കുമെന്ന ഭയം നമുക്കുണ്ടായി. അതുമായി വലിയതായാൽ മാതാപിതാക്കളെ പേടിപ്പിക്കും. അതുകൊണ്ട് അതുകൊണ്ട് നാം ഉദ്ദേശിച്ചു, ഉദ്ദേശിച്ചല്ല, ഈ കുട്ടിയേക്കാൾ വലിയ സാലിഹായ ഒരു സന്താനം, കുടുംബ ബന്ധം പുലർത്തുന്ന ഒരു സാലിഹായ മക്കളെ ഈ ഇവന്റെ മാതാപിതാക്കൾക്ക് അവരുടെ റബ്ബ് നൽകണമെന്ന് നാം ഉദ്ദേശിച്ചു. അതുകൊണ്ട് നാം ഈ കുട്ടിയെ കൊന്നുകളഞ്ഞു. എന്തേ പറയുന്നത്? വരാൻ പോണതൊക്കെ പറയാ. ഇതിനേക്കാൾ അത്ഭുതം മറ്റതാണ്. അമ്മൽ ജിദാർ, ഞാനൊരു ചുമര് നേരെയാക്കിയില്ലേ, ഒരു മതില് നേരെയാക്കിയില്ലേ. ഫകാന ലിഗുലാമൈനി യതീമൈനി ഫിൽ മദീന വകാന തഹ്തഹു കൻസുൽ ലഹുമാ വകാന അബൂഹുമാ സാലിഹാ فأراد ربك أن يبلغا أشدهما ويستخرجا كنزهما رحمة من ربك. ഒരു കഴിവ് നോക്കണം. അള്ളാഹു ഒരു മനുഷ്യന് കൊടുത്ത കഴിവ്. എന്തേ കഴിവ് കേട്ടോളി, അത്ഭുതമായ കഴിവ്. ഇതെന്ന സുന്നത്ത് ജമാഅത്ത്. ആരാ പറഞ്ഞത്? ഖാദിർ അലൈഹിസ്സലാം പറയാ. അവരോട് ആര് പറഞ്ഞെടുത്തു? എന്നിട്ടോ സുബ്ഹാനല്ലാഹ്, അടുത്തേക്ക് കേട്ടോളി. ലാമി ഫി മദീന വകാനത് തഹ്തഹു കൻസുൽ ലഹുമാ. ഈ കുട്ടികൾക്കുള്ള നിധി ഈ മദിനിന്റെ ഉള്ളിലുണ്ട്. വകാനത് തഹ്തഹു, ഈ മദിനിന്റെ ഉള്ളിലുണ്ട്. കൻസുൽ ലഹുമാ, ഈ രണ്ട് കുട്ടികൾക്കുള്ള പിതാവ് സൂക്ഷിച്ചു വെച്ച നിധിയുണ്ട് ഇതിന്റെ ഉള്ളിൽ. അത് പൊളിഞ്ഞു വീണാൽ നിധി പുറത്തു ചാടും, കിട്ടിയോലെടുക്കും. അതുകൊണ്ട് ഈ നിധി ഇപ്പോഴാരും കാണാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ അതിന് നേരെയാക്കിയത്. നിധി ആർക്കാ കിട്ടാന്ന് പറയുന്നുണ്ട് കേട്ടോളി. ഫഅറാദ റബ്ബുക, നിന്റെ റബ്ബ് ഇറാദത്ത് ചെയ്തു. റബ്ബിന്റെ ഇറാദത്തിന് ഖദർ അലൈഹിസ്സലാം മനസ്സിൽ പറയാണ്. അല്ലാഹു തആല ഉദ്ദേശിച്ചു പോയി അയ്യബ്ലുഗ അശുദ്ധഹുമാ, ഈ രണ്ട് കുട്ടികൾക്ക് പ്രായപൂർത്തിയാകണം. എന്നാൽ ഈ കുട്ടികൾ പ്രായപൂർത്തിയാകുന്നത് വരെ ഇവർക്കൊരു ആക്സിഡന്റും പറ്റൂല, ഇവര് മരിക്കൂല, പെട്ടെന്ന് മരിക്കൂല, ആക്സിഡന്റ് ആയിട്ട് മരിക്കൂല, രോഗമായിട്ട് മരിക്കൂല, ഇവർക്കൊന്നും പറ്റൂല. ഇവര് പ്രായപൂർത്തിയാകുന്നത് വരെ ഇവിടെ ദുനിയാവിൽ നല്ലോണം ജീവിക്കണം. ഇവരുടെ പിതാവ് ഈ മതിലിന്റെ ഉള്ളിൽ സൂക്ഷിച്ചു വെച്ച നിധി അവർ രണ്ടാളും പുറത്തെടുക്കണം. അതാണ് റബ്ബിന്റെ ഇറാദത്ത്. ആരാ പറയുന്നത്? ഖദർ അലൈഹിസ്സലാം. അല്ലാഹ്, ഇവരെ പിതാവ് മരിച്ചുപോയി എന്നല്ല നിങ്ങളുടെ യതീമായത്. ഇത് ഭർത്തവൻ നോക്കി. ഇസ്തഖ്രിജാ കൻസഹുമാ റഹ്മതൻ മിർ റബ്ബിക് ലിഗുലാമൈനി യതീമൈനി ഫിൽ മദീന വകാന അബൂഹുമാ സാലിഹാ. അതുകൊണ്ട് ആയത്തിൽ വകാന അബൂഹുമാ, ഈ രണ്ട് യതീമായ കുട്ടികളുടെ പിതാവ് സാലിഹായ മനുഷ്യനായിരുന്നു. എത്രയോ മുമ്പ് മരണപ്പെട്ട് ഖബറിൽ പോയി കിടക്കുന്ന ഒരു മനുഷ്യനെ കുറിച്ച് ആ ഖബറിലുള്ള ആളെ കാണാതെ, കുട്ടികളെ പോലും കാണാതെ, ഇതിന്റെ ഇടയിൽ നിക്ഷേപിച്ച നിധി കാണാതെ, സുബ്ഹാനല്ലാഹ്, ഖബറിലുള്ള ആളെ പോലെ പറ്റിപ്പോലും ഖദർ അലൈഹിസ്സലാം പറയാണ് വകാന അബൂഹുമാ സാലിഹാ. എന്ത് കഴിവാണ് ഇതൊക്കെ! അല്ലാഹു തആല കൊടുക്കുന്നല്ല, അതിന് പരിധി ഉണ്ട് എന്നാ പറയുന്നത്. എന്തേ പറയുന്നത്? ഈ കുട്ടികൾ ചെറിയ കുട്ടികൾ, ഇവര് പ്രായപൂർത്തിയാകും. പ്രായപൂർത്തിയായിട്ട് ഈ മതിലിന്റെ ഉള്ളിൽ നിന്ന് അവർ ഈ നിധി പുറത്തെടുക്കും. അവരെ സാലിഹായ പിതാവ് അവർക്ക് വേണ്ടി സൂക്ഷിച്ചതാണിത്. എന്തേ പറയുന്നത്? അമ്മ സഫീന,
നമ്മൾ കയറിയ കപ്പലില്ലേ മൂസേ, ഫകാനത് ലിമസാകീന യഅമലൂന ഫിൽ ബഹരി, അത് കുറെ പാവപ്പെട്ടവർക്ക് കൂറുള്ള കപ്പലാണ്. സാധുക്കളുടെ മസാകീൻ യഅമലൂന ഫിൽ ബഹരി. അതിന് ദാരമുണ്ടാക്കി ഈ കപ്പൽ കേടുവരുത്താൻ ഞാൻ ഉദ്ദേശിച്ചത് എന്തിനെന്നറിയോ? രാജാവ് പുറമെ പുറപ്പെട്ടിട്ടുണ്ട്. കാണുന്ന നല്ല കപ്പലുകളൊക്കെ പിടിച്ചെടുക്കാൻ വേണ്ടിയാണ് അദ്ദേഹം പുറപ്പെട്ടത്. ഈ കപ്പൽ നേരെയായിട്ട് നല്ല കപ്പലാണെന്ന് കാണുമ്പോൾ രാജാവ് പിടിച്ചെടുക്കും. ഈ സമുദ്രത്തിൽ ജോലി ചെയ്ത് ഉപജീവനം നടത്തുന്ന ഈ സാധുക്കളായ ആളുകളൊക്കെ കഷ്ടപ്പെടും. അതുകൊണ്ട് അതില്ലാതിരിക്കണം, അതിനു വേണ്ടിയാണ് ഞാനത് ചെയ്തത്. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ കഹ്ഫ് അള്ളാഹു മഹാന്മാർക്ക് കൊടുക്കുന്ന കഴിവാണ്, നിഷേധിക്കാൻ കഴിയുമോ? ഈ കഴിവ് അതാണല്ലോ പറയുന്നത്. മുഅ്ജിസത്തുൽ അംബിയാഇ വ കറാമാത്തിൽ ഔലിയാഇ ലാ തൻഖതിഉ ബിമൗതിഹിം. മരിച്ചാലും അവസാനിക്കൂല, അവർക്ക് പലതും കഴിയും. എന്തെല്ലാം ചരിത്രങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് വേണമെങ്കിൽ അടുത്ത ക്ലാസ് നമുക്ക് ഇതിൽ തന്നെ ഉപയോഗപ്പെടുത്തണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. എന്തെല്ലാം അത്ഭുതങ്ങൾ, എന്തെല്ലാം അത്ഭുതങ്ങൾ. നിങ്ങൾ സഹീഹുൽ ബുഖാരി നോക്കി, എന്ന ബനീ ലഹിയാൻ ഖതലു ആശിമ ഫീ സബ്അതി നഫർ. 7 ആളുകളെ അല്ലാഹു ഹബീബായ റസൂലുള്ളാഹ് ദീനിന്റെ ദഅവത്തിന് വേണ്ടി പറഞ്ഞയച്ചപ്പോൾ കൊല്ലപ്പെട്ട പ്രഗൽഭനായ ഒരു സഹാബിയായിരുന്നു മഹാനായ ആസിം റളിയല്ലാഹു അൻഹു. ആ കൂട്ടത്തിലുള്ള ആളായിരുന്നു ഹുബൈബ് റളിയല്ലാഹു അൻഹു. പിടിച്ചു കൊണ്ടുപോയിട്ട് ഒരു റൂമിലിട്ട് പൂട്ടിയിട്ട് സുബ്ഹാനല്ലാഹ്, ആ കാലത്ത് ഇല്ലാത്ത പഴങ്ങളൊക്കെ റൂമിൽ വെച്ച് ഭക്ഷിക്കാൻ തുടങ്ങിയ മഹാനായ സഹാബിയായിരുന്നു ഹുബൈബ് റളിയല്ലാഹു അൻഹു. ആ കൂട്ടത്തിലുണ്ടായ ആളാണ് ആസിം റളിയല്ലാഹു അൻഹു. ആസിം റളിയല്ലാഹു അൻഹുവിനെ കൊല്ലപ്പെട്ടു എന്നറിഞ്ഞപ്പോഴേ فبعث قريش إلى عاصم ليأتوا بشيء من جسده يعرفونه. ആസിമാണ് കൊല്ലപ്പെട്ടത് എന്ന് സ്ഥിരീകരിക്കാൻ കൊല്ലപ്പെട്ട് മരിച്ചു കിടക്കുന്ന ആസിമിന്റെ ശരീരത്തിൽ നിന്ന് ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗം മുറിച്ചെടുത്ത് കൊണ്ടുവരാൻ ഖുറൈശികൾ ആളെ അയച്ചു. എന്തേ കാരണം? വകാന ആസിമുൻ ഖതല അളീമൻ മിൻ ഉലമാഇഹിം യൗമ ബദർ. ബദർ യുദ്ധത്തിൽ വെച്ച് എത്രയോ ധീരന്മാരായ മുശ്രിക്കീങ്ങളെ കൊലപ്പെടുത്തിയ വലിയ സഹാബിയാണ് ആസിം റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് നമ്മുടെ നേതാവിനെ കൊന്ന ആസിം തന്നെയാണോ കൊല്ലപ്പെട്ടത്? അവന്റെ ശരീരത്തിൽ നിന്നൊരു കഷ്ണം മുറിച്ചെടുത്ത് കൊണ്ടുവരണം. അതിനെ ആളയച്ചു. കൊല്ലപ്പെട്ട് കിടക്കുക.